ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 22/4/2025 നടന്ന കേരള വാട്ടർ അതോറിറ്റി LDC ടൈം കീപ്പർ കമ്പ്യൂട്ടർ പ്രോഗ്രാമർ എക്സാമിനേഷൻ്റെ ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അതിനകത്ത് മാത്സ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഇതിനകത്ത് ഇംഗ്ലീഷും മലയാളവും കൂടെ ഒരുമിച്ച് അങ്ങ് കൊടുത്തിരിക്കുകയാണ്. നോക്കാം നമുക്ക്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, സ്റ്റംപ്ഡ് ലൈഫ് ബിഹൈൻഡ് ആൻഡ് ബിയോണ്ട് 22 യാർഡ്സ് ഇത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ ബി, സയ്യദ് കിർമാനി. 2, ഐ ടു ഹാഡ് എ ഡ്രീം ഇത് ആരുടെ ആത്മകഥയാണ്? ആൻസർ ഓപ്ഷൻ സി, ഡോക്ടർ വർഗീസ് കുര്യൻ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻസ് ക്യാൻസൽഡ് ആണ്. അടുത്ത് നോക്കാം. താഴെ സൂചിപ്പിച്ച നൃത്തകലകളിൽ ഏതിൽ നിന്നാണ് കഥകളി ഉത്ഭവിച്ചത്? ആൻസർ ഓപ്ഷൻ സി, രാമനാട്ടം. 5, ഭരണഘടനാ നിർമ്മാണ സഭയിലെ അംഗമായി പ്രവർത്തിച്ചത് താഴെ പറയുന്നവരിൽ ഏത് വനിതാ നേതാവാണ്? ആൻസർ ഓപ്ഷൻ ഡി, ദാക്ഷായണി വേലായുധൻ. 6, ദേശസ്നേഹികളിലെ രാജകുമാരൻ എന്നറിയപ്പെട്ടിരുന്ന സ്വാതന്ത്ര്യ സമര സേനാനി ആരാണ്? ആൻസർ ഓപ്ഷൻ സി, സുഭാഷ് ചന്ദ്രബോസ്. 7, താഴെ തന്നിരിക്കുന്നതിൽ നിന്നും ജോവിയൻ ഗ്രഹങ്ങളുടെ ഗണത്തിൽ ഉൾപ്പെടുത്താവുന്നതിനെ കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, വ്യാഴം. 8, ഉപോഷ്ണ ഉച്ചമർദ്ദ മേഖലയിൽ നിന്നും ഉപധ്രുവീയ നിമ്നമർദ്ദ മേഖലയിലേക്ക് വീശുന്ന ആഗോള വാദം ഏതെന്ന് കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ സി, പടിഞ്ഞാറൻ വാതകങ്ങൾ. 9, താഴെ തന്നിരിക്കുന്ന പർവ്വത ചുരങ്ങളെ സമുദ്രനിരപ്പിൽ നിന്നുള്ള ഉയരത്തിനനുസരിച്ച് അവരോഹണ ക്രമത്തിൽ വിന്യസിക്കുക. ബുർജില, ഫോട്ടുല, ബാരാലാച്ചാല, സോജില. ആൻസർ ഓപ്ഷൻ ബി, 3, 1, 2, 4. 10, താഴെ പറയുന്ന ധാതുക്കളിൽ എന്തിന്റെ നിക്ഷേപമാണ് കേരളത്തിലെ കാസർഗോഡ് ജില്ലയിലെ നീലേശ്വരത്തു കാണപ്പെടുന്നത്? ആൻസർ ഓപ്ഷൻ എ, ബോക്സൈറ്റ്. 11, പ്രസിദ്ധമായ ചിൽക്ക തടാകം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കണ്ടെത്തി രേഖപ്പെടുത്തുക. ആൻസർ ഓപ്ഷൻ എ, ഒഡീഷ. 12, ഒരു ഭൂപടത്തിൽ തോത് 1 സെന്റിമീറ്റർ 2 കിലോമീറ്ററിനെ സൂചിപ്പിക്കുന്നു എന്ന് പ്രസ്താവിച്ചിരിക്കുന്നു. താഴെ പറയുന്ന ഏത് അംശബന്ധ തോത് രീതിയാണ് പ്രസ്താവനയെ ശരിയായി പ്രതിനിധാനം ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ സി, 1:2 ലക്ഷം. 13, 1990-കൾക്ക് ശേഷം ഇന്ത്യയുടെ വികസന തന്ത്രം കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നയത്തിലാണ്? ആൻസർ ഓപ്ഷൻ എ, വിപണി യാന്ത്രികതയും സ്വകാര്യ മേഖലയുടെ പങ്കാളിത്തവും. 14, ഒരു നികുതിയുടെ ഭാരം, പ്രഭാവവും ബാധയും വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ അനുഭവിക്കുന്നത് താഴെ പറയുന്ന ഏത് നികുതിയിലാണ്? ആൻസർ ഓപ്ഷൻ ബി, പരോക്ഷ നികുതി. 15, ഡോക്ടർ MS സ്വാമിനാഥൻ എവർഗ്രീൻ വിപ്ലവത്തിനു വേണ്ടി വാദിച്ചിരുന്നതായി അറിയപ്പെടുന്നു. അതിന് അദ്ദേഹം മുന്നോട്ട് വെച്ച നിർദ്ദേശം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, പരിസ്ഥിതി സൗഹൃദമായ കൃഷി, സ്ഥിരതയുള്ള ആഹാര സുരക്ഷ, ജൈവ വൈവിധ്യം സംരക്ഷിക്കൽ. 16, ഇന്ത്യയിൽ ഗൂഗിൾ നികുതി എന്നറിയപ്പെടുന്ന നികുതി ഏതാണ്? ആൻസർ ഓപ്ഷൻ സി, ഈക്വലൈസേഷൻ ലെവി. 17, ഇന്ത്യയിലെ നിലവിലെ GST നിരക്കുകൾ ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, 0%, 5%, 12%, 18%, 28%. 18, ഇന്ത്യയിലെ കാർഷിക ഉൽപ്പന്നങ്ങൾക്കായി ഒരു രാജ്യം ഒരു വിപണി എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യൻ സർക്കാർ സൃഷ്ടിച്ച വ്യാപാര പ്ലാറ്റ്ഫോം ഏതാണ്? ആൻസർ ഓപ്ഷൻ എ, ഈനാം. 19, കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം 1 തവണ മാത്രം ശിക്ഷ, കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന ഏത് മൗലിക അവകാശവുമായി ബന്ധപ്പെട്ടതാണ്? ആൻസർ ഓപ്ഷൻ ബി, ആർട്ടിക്കിൾ 20. 2003 ഭരണഘടന 92 ഭേദഗതി നിയമം
ഭരണഘടനയുടെ 8-ാം ഷെഡ്യൂൾ ഭേദഗതി ചെയ്ത് താഴെ പറയുന്നവയിൽ ഏതെല്ലാം ഭാഷകളെ ഉൾപ്പെടുത്തി? ആൻസർ ഓപ്ഷൻ എ 1, 2, 3 മാത്രം. ഏതൊക്കെയാണ്? ബോഡോ, മൈഥിലി, സന്താളി. 21. ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരന്മാരുടെ മൗലിക കടമകൾ താഴെ പറയുന്നവയിൽ ഉൾപ്പെടുന്നുണ്ട് എന്ന് പരിഗണിക്കൂ. ആൻസർ ഓപ്ഷൻ സി 1, 3, 4 മാത്രം. ഏതൊക്കെയാണ്? ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക, ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതുസ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഇതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഈ 3 എണ്ണമാണ് മൗലിക കടമകൾ. ഇനി 22. എത്ര കാലത്തിനുള്ളിൽ പാർലമെന്റ് അംഗീകരിച്ചില്ലെങ്കിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം പ്രാബല്യത്തിൽ വരില്ല? ആൻസർ ഓപ്ഷൻ എ 1 മാസം. 23. ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്ന സ്വത്തവകാശത്തെക്കുറിച്ചുള്ള താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിക്കുക. 1. 44-ാം ഭരണഘടനാ ഭേദഗതി നിയമം സ്വത്തവകാശത്തെ മൗലിക അവകാശങ്ങളിൽ നിന്നും ഒഴിവാക്കി. ആർട്ടിക്കിൾ 300A പ്രകാരം സ്വത്തവകാശം ഇപ്പോൾ നിയമപരമായ അവകാശമാണ്. ഇത് എക്സിക്യൂട്ടീവ് നടപടികളിൽ നിന്നും സ്വകാര്യ സ്വത്തിനെ സംരക്ഷിക്കുന്നു, പക്ഷേ നിയമനിർമ്മാണ നടപടികളിൽ നിന്നും സംരക്ഷിക്കുന്നില്ല. ഒരു ന്യൂനപക്ഷ വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ സ്വത്ത് സംസ്ഥാനം ഏറ്റെടുക്കുമ്പോൾ നഷ്ടപരിഹാരം നൽകണം. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? അപ്പോൾ ഇതിനകത്ത് ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഓപ്ഷൻ ഡി. എന്താണ്? മുകളിൽ നൽകിയിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. 28. 2025 ജനുവരിയിൽ സ്ഥിരം ഗ്രാമ ന്യായാലയ ഗ്രാമ കോടതി അദാലത്ത് ആരംഭിച്ചതോടെ സംസ്ഥാനത്തെ ആദ്യത്തെ തർക്കരഹിത നിയോജക മണ്ഡലമായി മാറാൻ പോകുന്ന മണ്ഡലം ഏതാണ്? ആൻസർ ഓപ്ഷൻ സി വാമനപുരം. 25. കേരള സംസ്ഥാന വനിതാ കമ്മീഷന്റെ പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളും. ഏതൊക്കെയാ? സ്ത്രീകളെ സംബന്ധിച്ച് നിയമങ്ങൾ നിരീക്ഷിക്കുന്നു, സ്ത്രീകളുടെ സംരക്ഷണവും സമത്വവും ഉറപ്പാക്കുന്നു, സ്ത്രീകളുടെ അവകാശ ലംഘനവുമായി ബന്ധപ്പെട്ട പരാതികൾ പരിഹരിക്കുന്നു, സ്ത്രീകളുടെ ക്ഷേമത്തിനായുള്ള സർക്കാർ നയങ്ങൾ നടപ്പിലാക്കുന്നു. 26. സംസ്ഥാന തലത്തിൽ ലോകായുക്തയുടെ മേധാവി ആര്? ആൻസർ ഓപ്ഷൻ ഡി വിരമിച്ച ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി. 27. കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ ഏത് നിയമം അല്ലെങ്കിൽ പദ്ധതി അല്ലെങ്കിൽ നയത്തിന് കീഴിലാണ് സ്ഥാപിക്കപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ എ കേരള സംസ്ഥാന മുതിർന്ന പൗരന്മാരുടെ കമ്മീഷൻ നിയമം. 28. കേരളത്തിൽ വാട്ടർഷെഡ് മാനേജ്മെന്റിനായി മുഖ്യമായും ചുമതലപ്പെട്ട സർക്കാർ ഏജൻസി ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി മണ്ണ് പരിവേഷണ മണ്ണ് സംരക്ഷണ വകുപ്പ്. 29. കേരളത്തിലെ വാട്ടർഷെഡ് മാനേജ്മെന്റ് പദ്ധതികളിൽ ജലസംരക്ഷണത്തിനായി സാധാരണയായി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിൽ പ്രത്യേക ഭൗതിക സാഹചര്യങ്ങളാൽ ഏതാണ് മുൻഗണന നൽകാത്തത്? ആൻസർ ഓപ്ഷൻ ബി ബോർവെൽ റീചാർജ് ഷാഫ്റ്റുകൾ. 30. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി സംബന്ധിച്ച് കേരളത്തിൽ ശരിയല്ലാത്തത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി നിപുണ തൊഴിലാളികളുടെ അഭാവം കേരളത്തിലെ MGNREG നടപ്പിലാക്കലിന് നേരിടുന്ന ഒരു വെല്ലുവിളിയാണ്. 31. കേരളത്തിൽ സർക്കാർ മേഖലയിലെ മനുഷ്യ വിഭവശേഷി മാനേജ്മെന്റ് ഓട്ടോമേറ്റ് ചെയ്യാൻ ആരംഭിച്ച പദ്ധതിയുടെ പേര് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ സ്പാർക്ക്. 32. കേരള നിയമസഭയിലെ ഏത് കമ്മിറ്റിയാണ് പ്രതിനിധാന നിയമനിർമ്മാണത്തിന് കീഴിലെ നിയമങ്ങളും ചട്ടങ്ങളും പരിശോധിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി കമ്മിറ്റി ഓൺ സബോർഡിനേറ്റ് ലെജിസ്ലേഷൻ. 33ാമത്തെ ക്വസ്റ്റ്യൻസ് ക്യാൻസൽ ആണ്. 34. പ്രകൃത്യാ നീതിയുടെ സിദ്ധാന്തങ്ങൾ ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിറ്റ് ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി സെർട്ടിയോററി. രാജൻ 155 mm ടുവേർഡ് ആർട്ടിലറി ഗൺ സിസ്റ്റം
വികസിപ്പിക്കുന്നതിനായി ഇന്ത്യയുമായി സഹകരിച്ച രാജ്യം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഫ്രാൻസ്. 36. താഴെ പറയുന്നവയിൽ ഏത് വിറ്റാമിനാണ് കാൽഷ്യം ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, വിറ്റാമിൻ ഡി. 37. ഒരു മുതിർന്ന മനുഷ്യ ശരീരത്തിലെ ആകെ അസ്ഥികളുടെ എണ്ണം എത്ര? ആൻസർ ഓപ്ഷൻ എ, 206. 38. തൈറോയിഡ് ഹോർമോണിന്റെ സമന്വയത്തിന് ആവശ്യമായ അടിസ്ഥാന സൂക്ഷ്മ പോഷകം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി, അയോഡിൻ. 39. താഴെ പറയുന്നവയിൽ ഏതാണ് ഒരു പ്രധാന വായു മലിനീകരണ ഘടകം? ആൻസർ ഓപ്ഷൻ സി, കാർബൺ മോണോക്സൈഡ്. 40. ഹ്യൂമൻ പാപ്പിലോമ വൈറസ് അണുബാധ ഏത് ക്യാൻസറിന് കാരണമാകുന്ന അപകട ഘടകമാണ്? ആൻസർ ഓപ്ഷൻ ഡി, ഗർഭാശയ ഗള ക്യാൻസർ. 41. താഴെ പറയുന്നവയിൽ ഏതാണ് സിഫിലിസിന് കാരണമാകുന്ന ജീവി? ആൻസർ ഓപ്ഷൻ എ, ട്രപ്പോണിമ പല്ലിഡം. 42. 2023 ആരംഭിച്ച കേരള സർക്കാർ സംരംഭമായ വിവ പ്രോജക്ട്സ് ഏത് രോഗത്തിന്റെ പ്രതിരോധത്തിലും ചികിത്സയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു? ആൻസർ ഓപ്ഷൻ ബി, വിളർച്ച. 43. 2025 ലോകാരോഗ്യ ദിന പ്രമേയം ആരോഗ്യകരമായ തുടക്കങ്ങൾ, പ്രതീക്ഷാജനകമായ ഭാവികൾ. താഴെ പറയുന്നവയിൽ ഏതിനെ കേന്ദ്രീകരിച്ചാണ്? ആൻസർ ഓപ്ഷൻ ഡി, നവജാത ശിശുക്കളുടെ ആരോഗ്യവും അതിജീവനവും. 44. മോസ്ഡാക് എന്നതിന്റെ പൂർണ്ണരൂപം എന്ത്? ആൻസർ ഓപ്ഷൻ ഡി, മെറ്ററോളജിക്കൽ ആൻഡ് ഓഷ്യാനോഗ്രാഫിക് സാറ്റലൈറ്റ് ഡേറ്റ അർച്ചീവൽ സെന്റർ. 45. വൈദ്യുത കാന്തിക തരംഗ സ്പെക്ട്രത്തിലെ തന്നിരിക്കുന്ന അംഗങ്ങളെ അവയുടെ ഊർജത്തിന്റെ ആരോഹണ ക്രമത്തിലുള്ള ശരിയായ വിന്യാസം. മൈക്രോവേവ്, റേഡിയോ തരംഗങ്ങൾ, ദൃശ്യതരംഗങ്ങൾ, UV, ഗാമാറേകൾ, എക്സ്റേകൾ, IR. അതിന്റെ ആൻസർ ഓപ്ഷൻ ബി ആണ്. 2, 1, 7, 3, 4, 6, 5 എന്ന ഓർഡറിലാണ് വരുന്നത്. അടുത്തത് 46. അടിസ്ഥാന SI ഏകകങ്ങളിൽ ഏതാണ് മറ്റുള്ള അടിസ്ഥാന SI ഏകകങ്ങളുടെ നിർവചനത്തെ ഏറ്റവും അധികം സ്വാധീനിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി, സെക്കൻഡ്. 47. താഴെ കൊടുത്തിരിക്കുന്ന ഇന്ത്യയിലെ ഏത് സ്ഥലത്തിലാണ് ഗുരുത്വാകർഷണം മൂലമുള്ള ത്വരണം ഏറ്റവും കൂടുതൽ ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ, ഡൽഹി. 48. ജലത്തിൽ നേർപ്പിച്ച 1:10⁻72 മോളാർ ഹൈഡ്രോക്ലോറിക് ആസിഡിന്റെ pH എത്രയാണ്? ആൻസർ ഓപ്ഷൻ എ, 7. 49. ഒരു മൂലകത്തിന്റെ ബാഹ്യ ഇലക്ട്രോണിന്റെ ക്വാണ്ടം നമ്പറുകൾ ചുവടെ തന്നിരിക്കുന്നു. n = 2, l = 0, m = 0, s = +2 ഈ മൂലകം ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ ബി, ലിഥിയം. 50. താഴെ തന്നിരിക്കുന്നവയിൽ ഏത് വാതകമാണ് ഉയർന്ന മർദ്ദത്തിലും 40°C താപനിലയിലും ദ്രവീകരിക്കാൻ പറ്റുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, അമോണിയ. 51. ഏത് ലോഹത്തിന്റെ ഓക്സിജൻ അടങ്ങിയ അയിരാണ് പൈറോളുസൈറ്റ്? ആൻസർ ഓപ്ഷൻ ഡി, മാംഗനീസ്. 52. താഴെ പറയുന്നതിൽ കൃഷ്ണനാട്ടത്തെക്കുറിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ ഡി, എല്ലാ പ്രസ്താവനകളും ശരിയാണ്. അപ്പോൾ ഏതൊക്കെയാണ്? അഷ്ടപതി ആട്ടത്തിന്റെ പരിഷ്കരിച്ച രൂപമാണ് കൃഷ്ണനാട്ടം. കോഴിക്കോട്ടെ മാനവേദൻ രാജാവാണ് കൃഷ്ണനാട്ടത്തിന്റെ ഉപജ്ഞാതാവ്. മാനവേദൻ രാജാവാണ് കൃഷ്ണഗീതി എന്നൊരു കൃതി രചിച്ചത്. ജയദേവന്റെ ഗീതാഗോവിന്ദം എന്ന കൃതിയുടെ മാതൃകയിലാണ് കൃഷ്ണഗീതി രചിച്ചത്. 53. 2024 ഏറ്റവും നല്ല പുരുഷ ഗോൾ കീപ്പർക്കുള്ള ഫിഫ അവാർഡ് നേടിയ എമിലിയാനോ മാർട്ടിനസ് ഏത് രാജ്യക്കാരനാണ്? ആൻസർ ഓപ്ഷൻ എ, അർജന്റീന. 54. താഴെ കൊടുത്തിരിക്കുന്ന കഥാപാത്രങ്ങളുടെയും കൃതികളുടെയും പേരുകൾ താരതമ്യം ചെയ്ത് തന്നിരിക്കുന്നവയിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. ആൻസർ ഓപ്ഷൻ ഡി ഇതാണ് കറക്റ്റ്. അപ്പുക്കുട്ടൻ, കേശവന്റെ വിലാപങ്ങൾ, നാരായണൻ, പ്രവാചകന്റെ വഴി, ഗോവിന്ദൻ കുട്ടി, അസുരവിത്ത്, ഇരുമ്പൻ ഗോവിന്ദൻ നായർ, സുന്ദരികളും സുന്ദരന്മാരും. അടുത്ത 55.
MD വാസുദേവൻ നായർ ജ്ഞാനപീഠം അവാർഡ് നേടിയ വർഷം? ആൻസർ ഓപ്ഷൻ ബി 1995. 56. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത്? ആൻസർ ഓപ്ഷൻ ബി പുന്നമട കായൽ. 57. താഴെ പറയുന്നവയിൽ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതിയുമായി ബന്ധപ്പെട്ട ശരിയല്ലാത്ത പ്രസ്താവന അല്ലെങ്കിൽ പ്രസ്താവനകൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി പ്രസ്താവന 2 അതാണ് ശരി അല്ലാത്ത പ്രസ്താവന. ശരിയല്ലാത്ത പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. പ്രസ്താവന 2 ഏതാ? 2023 ഈ പദ്ധതി ആരംഭിച്ചത്. 58. ബാഷർ അൽ അസദ് ഏത് രാജ്യത്തിന്റെ മുൻ പ്രസിഡന്റ് ആയിരുന്നു? ആൻസർ ഓപ്ഷൻ എ സിറിയ. 59. വീഡിയോ എഡിറ്റിംഗിനായി ഏത് സോഫ്റ്റ്വെയർ ആണ് ഉപയോഗിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി അഡോബി പ്രീമിയർ പ്രോ. 60. ഒരു നെറ്റ്വർക്കിൽ റൗട്ടറിന്റെ പ്രധാന ഉപയോഗം എന്താണ്? ആൻസർ ഓപ്ഷൻ ഡി വിവിധ നെറ്റ്വർക്കുകൾ കണക്ട് ചെയ്യാൻ. 61. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസർ ആരെയാണ് വിശേഷിപ്പിക്കുന്നത്? ആൻസർ ഓപ്ഷൻ എ ആകർഷകമായ ഉള്ളടക്കം നിർമ്മിക്കുകയും പങ്കിടുകയും ചെയ്യുന്ന വ്യക്തി. 62. യൂറോപ്യൻ യൂണിയനിലെ ഡേറ്റാ സംരക്ഷണവും സ്വകാര്യതയും ശ്രദ്ധയിലാക്കുന്ന അന്താരാഷ്ട്ര നിയമം ഏതാണ്? ആൻസർ ഓപ്ഷൻ ബി GDPR. 63. ഏതാണ് ഓപ്പൺ AI-യുടെ ചാറ്റ് GPT-4-നെതിരെ മത്സരിക്കാനുള്ള ഏറ്റവും പുതിയ AI മോഡൽ ജെമിനി 1.5 അടുത്തിടെ പ്രഖ്യാപിച്ച കമ്പനി? ആൻസർ ഓപ്ഷൻ ബി ഗൂഗിൾ ഡീപ് മൈൻഡ്. 64. വിവരാവകാശ നിയമം 2005 പ്രധാന ഉദ്ദേശം? ആൻസർ ഓപ്ഷൻ ഡി മുകളിൽ പറഞ്ഞതല്ല. ഏതൊക്കെയാ? ജനങ്ങളുടെ ശാക്തീകരണം, സുതാര്യവും ഉത്തരവാദിത്വവും, അഴിമതി വിരുദ്ധ നയം. 65. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം അധാർമിക വ്യാപാര രീതി എന്നാൽ എന്താണ്? ആൻസർ ഓപ്ഷൻ സി മുകളിൽ പറഞ്ഞത് എല്ലാം. ഏതൊക്കെയാ? വ്യാജ ചരക്കുകൾ ഉൽപ്പാദിപ്പിക്കുകയോ വികലമായ ഉൽപ്പന്നം വിൽപ്പന നടത്തുകയോ ചെയ്യുക, ഉപഭോക്താവിന്റെ പേര് വിവരങ്ങൾ അവരുടെ അനുവാദമില്ലാതെ വെളിപ്പെടുത്തുക. 66. ആർക്കാണ് ജുവനൈൽ ജസ്റ്റിസ് കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ അമെൻഡ്മെന്റ് ആക്ട് 2021 പ്രകാരം ആർക്കാണ് അഡോപ്ഷൻ ഉത്തരവ് പറയാനുള്ള അധികാരം ഉള്ളത്? ആൻസർ ഓപ്ഷൻ എ ജില്ലാ മജിസ്ട്രേറ്റ്. 67. IPCയിലെ ഏത് സെക്ഷനാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഭിന്നലിംഗക്കാരുടെ അവകാശവുമായി ബന്ധപ്പെട്ട ഭരണഘടനാ വിരുദ്ധമെന്ന് അഭിപ്രായപ്പെട്ടത്? ആൻസർ ഓപ്ഷൻ ബി സെക്ഷൻ 377. 68. BSAയിലെ ഏത് സെക്ഷനാണ് സ്ത്രീധന മരണമാണ് എന്ന് അനുമാനത്തിലേക്ക് എത്താൻ സഹായിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 118 BSA. 69. ജോലി സ്ഥലത്തെ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ 2013 എന്തിനെ കുറിച്ചാണ് പരാമർശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ ഡി സ്ത്രീകൾക്കെതിരെയുള്ള ശാരീരിക ആക്രമണങ്ങൾക്ക് എതിരെയുള്ള പരാതി സ്വീകരിക്കുന്നതിന് ICC രൂപീകരിക്കുക. 70. ഭിന്നശേഷിക്കാരായ ഒരു വ്യക്തിയെ പൊതുസ്ഥലത്ത് കളിയാക്കുകയോ വ്യക്തിഹത്യയോ ചെയ്യുന്നത് കുറ്റകരമാണെന്ന് ഭിന്നശേഷി അവകാശ നിയമത്തിന്റെ ഏത് സെക്ഷനിലാണ് പരാമർശിക്കുന്നത്? ആൻസർ ഓപ്ഷൻ സി സെക്ഷൻ 92. 71. ഒരു APയുടെ 21ാമത്തെ പദം അതിൻ്റെ 7ാമത്തെ പദത്തിൻ്റെ 3 ഇരട്ടിയാണ്. 9ാമത്തെ പദം 18 ആണെങ്കിൽ 64ാമത്തെ പദം എന്താണ്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. APയുടെ 21ാമത്തെ പദം T21 എന്ന് പറയുന്നത് A+20D. രണ്ടാം പദം കണ്ടുപിടിക്കുന്ന ഇക്വേഷൻ A+n-1 × D. അപ്പോൾ 21ൻ്റെ 1 കുറയ്ക്കുമ്പോൾ 20D. അപ്പോൾ അത് വെച്ചാണ് ഇത് കിട്ടുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുണ്ടത്. T7 എന്ന് പറയുന്നത് A+6D. ഇനി പറഞ്ഞേക്കുന്നത് എന്താണ്? APയുടെ 21ാമത്തെ പദം എന്ന് പറയുന്നത് ഇതെന്ന് പറയുന്നത്
ഏഴാമത്തെ പദത്തിൻ്റെ 3 ഇരട്ടിയാണ്. അപ്പോൾ ഇതിനെ ഏഴാമത്തെ പദം ഇതിനെ 3 കൊണ്ട് ഗുണിക്കുമ്പോഴാണ് ഏത് കിട്ടുന്നത്? ടി 21 കിട്ടുന്നത്. അപ്പോൾ അത് ചെയ്ത് നോക്കാം നമുക്ക്. a + 20d = 3 × a + 6d. ഇനി എന്ത് വേണം? 3 കൊണ്ട് ഇതിനെ ഓരോന്നിനെയും ഗുണിക്കുക. a + 20d = 3a + 6d അല്ലേ? അല്ല, 6 × 18d. സോറി, 3 × 6 18d കിട്ടിയല്ലോ. ഇനി എന്ത് ചെയ്യണം? 18 ഇപ്പുറത്ത് കൊണ്ടുവരുന്നു. 20d - 18d. a അങ്ങ് അപ്പുറത്ത് കൊണ്ടുപോകുന്നു. 3a - a. അപ്പം ഇങ്ങോട്ട് എഴുതാം. 20d - 18d = 3a - a. അപ്പോൾ 20d ന്ന് 18d കുറച്ചാൽ 2d കിട്ടും. = 3a ന്ന് a കുറച്ചാൽ 2a കിട്ടും. അപ്പോൾ ഈ 2 2 അങ്ങ് വെട്ടിക്കളയാമല്ലോ. അപ്പോൾ എങ്ങനെ കിട്ടും? d = a. അപ്പോൾ ഡിയും എയും ഒന്ന് തന്നെയാണ്. ഡിയും എയും ഒന്ന് തന്നെയാണ് എന്നാണ് നമുക്കിവിടെ കിട്ടിയത്. ഇനി എന്താ പറയുന്നത്? ഒമ്പതാമത്തെ പദം 18ആണ്. അപ്പോൾ 9ാമത്തെ പദം ഇവിടെ കൊടുത്തിട്ടുണ്ട്. 9ാമത്തെ പദം എങ്ങനെ എഴുതുന്നത്? നമ്മൾ t9 എന്ന് പറയുന്നത് a + 8d അല്ലേ? 18ആണ്. t9 എങ്ങനെ എഴുതാം? a + 8d എന്ന് എഴുതാം. അതെത്രയാണ്? 18 എന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് ആണല്ലോ. അപ്പം a + 8dക്ക് പകരം 8a എന്ന് എഴുതിക്കൂടെ? ഡിയും എയും തുല്യമാണല്ലോ. അപ്പം 8dക്ക് പകരം 8a എന്ന് എഴുതാം. ഒന്നാമത്തെ പദമാണ് നമുക്കിവിടെ 64ാമത്തെ പദമാണ് ഇവിടെ കണ്ടുപിടിക്കേണ്ടത്. അപ്പം a + 8dക്ക് പകരം a + 8a എന്ന് എഴുതാം. കാരണം ഡിയും എയും തുല്യമാണ്. = 18. 8a + a എന്ന് പറയുന്നത് 9. 9a എന്ന് പറയുന്നത് 18. അങ്ങനെയാണെങ്കിൽ a എന്ന് പറയുന്നത് എത്രയാ? 18 ÷ 9 2. a എന്ന് പറയുന്നത് കിട്ടി, 2 എന്ന് കിട്ടി. a = 2. ഇനി എന്താ കണ്ടുപിടിക്കേണ്ടത്? 64ാമത്തെ പദം t 64 കണ്ടുപിടിക്കേണ്ടത്. കണ്ടുപിടിക്കാൻ എങ്ങനെയാണ് ഇക്വേഷൻ വരുന്നത്? a + 63d എല്ലാം ഇട്ട് കൊടുത്താൽ മതിയല്ലോ. 2 + 63 × ഡിയും എയും തുല്യമാണ്. ഡിയും എയും തുല്യമാണ്. a കണ്ടുപിടിച്ചു, 2 എന്ന് കിട്ടി. അപ്പം ഡിക്കും അതേ വില തന്നെ. ഡി എന്ന് പറയുന്നതും 2 തന്നെയാണ്. അപ്പം എത്ര കിട്ടും? 2 + 63 × 2 2 + 63 × 2 126 = 128. ഇവിടെ നമുക്ക് ഈ എക്ക് പകരം ഡി വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. അതായത് ഇങ്ങോട്ട് ചെയ്യാം. എക്ക് പകരം ഡി വേണമെങ്കിൽ വിട്ടുകൊടുക്കാം. കാരണം ഡിയും എയും തുല്യം തന്നെയാണ്. ഡി + 8d എന്ന് പറയുന്നത് 18. 9d 18. d = 18/2 9. അപ്പോൾ അങ്ങനെ d 9 കിട്ടിയാലും നമുക്ക് ഇതുപോലെ ചെയ്ത് നോക്കാം. എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. കാരണം ഡിയും എയും തുല്യമായതുകൊണ്ട്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പം ഇനി അടുത്ത കണക്ക് നോക്കാം. 72. ചില കോഡിംഗ് ഭാഷയിൽ മൊബൈൽ എന്നത് QSFMPI ആയി കോഡ് ചെയ്തിരിക്കുന്നു. അതേ ഭാഷയിൽ എങ്ങനെയാണ് ഫോൺ കോഡ് ചെയ്യുന്നത്? അപ്പോൾ ഇങ്ങനെയുള്ളൊരു കണക്ക് വരുമ്പോൾ ആദ്യം ആൽഫബറ്റ് എഴുതാം. ആൽഫബറ്റ് എഴുതി. ഇപ്പോൾ മൊബൈലിനെ കോഡ് ചെയ്തിരിക്കുന്ന QSFMPI. ഇപ്പോൾ എമ്മിൻ്റെ താഴെ Q ആണ് വരുന്നത്. എം കഴിഞ്ഞിട്ട് 1 2 3 4 4 എണ്ണം കൂടിയാണ് Q വരുന്നത്. +4. O കഴിഞ്ഞിട്ട് 1 2 3 4 4 കൂടിയാണ് S വരുന്നത്. അപ്പോൾ ഇതെല്ലാം 4 കൂടി തന്നെ ആയിരിക്കും വരുന്നത്. B കഴിഞ്ഞ് F 1 2 3 4 അതും 4 കൂടി. അപ്പോൾ ഇനി നോക്കണ്ട, ഇതെല്ലാം 4
4 വീതം കൂടി വരുന്നതാണ്. നാലാമത്തെ ആൽഫബറ്റാണ് ഇതിൻ്റെ കോഡായിട്ട് വരുന്നത്. അപ്പോൾ പി കഴിഞ്ഞ് നാലാമത്തെ ഏതാണ്? 1 2 3 4 ടി. എച്ച് കഴിഞ്ഞിട്ട് 1 2 3 4 എൽ. ഒ കഴിഞ്ഞ് 1 2 3 4 എസ്. എൻ കഴിഞ്ഞ് 6 ഐ. അപ്പോൾ ടി എൽ എസ് ആർ ഐ ആണ് ഇതിൻ്റെ ആൻസർ. ഓപ്ഷൻ ബി. ഇനി അടുത്ത കണക്ക് നോക്കാം. 73. അരുൺ, വരുൺ, കിരൺ എന്നിവർ നടന്നാണ് പോകുന്നത്. അവരുടെ ഓരോ ചുവടും യഥാക്രമം 55 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 65 സെൻറ്റിമീറ്റർ എന്നിങ്ങനെയാണ്. അവർ ഒരുമിച്ച് ചുവട് വെച്ചാൽ പൂർണ്ണ ചുവടുകളിലൂടെ ദൂരം മറികടക്കാൻ ഓരോരുത്തരും നടക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എന്താണ്? അപ്പോൾ ഇതിനകത്ത് എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്നതിൻ്റെ LCM കണ്ടാൽ മതി, വേറെ ഒന്നും ഇതിനകത്ത് ചെയ്യേണ്ട. അപ്പോൾ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടത്? LCM ആണ് ചെയ്യേണ്ടത്. ഇതുപോലെ ക്ലോക്കിനകത്ത് ബെല്ലടിക്കുന്ന ഒക്കെ ഉണ്ട്. ഇത്രയുടെ വേള ഇങ്ങനെ പിന്നെ 5 മണി 6 മണി അങ്ങനെ ബെല്ലടിക്കും. അപ്പോൾ ഇതെല്ലാം കൂടെ ഒരുമിച്ച് അടിക്കുക, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? അതിൻ്റെ LCM എടുക്കുക. അത്രയും മാത്രം ചെയ്താൽ മതി. ഇപ്പോൾ ഇവിടെ 55, 60, 55 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 65 സെൻറ്റിമീറ്റർ ഇവയുടെ LCM എടുക്കുക. 55, 60, 65. 5 കൊണ്ട് 11, 12, 13. ഇനി പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ അങ്ങ് ഗുണിക്കുക. 5 ഗുണം 11 ഗുണം 12 ഗുണം 13 ഞാൻ കൂടെ ഗുണിക്കുമ്പോൾ 8580 സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. സെൻറ്റിമീറ്ററിലാണല്ലോ ഇത് നമ്മൾ ചെയ്തത്. അപ്പോൾ സെൻറ്റിമീറ്ററാണ് കിട്ടുന്നത്. ഇവിടുത്തെ ആൻസർ നോക്കിയാൽ ഇവിടെ സെൻറ്റിമീറ്റർ 8580 സെൻറ്റിമീറ്റർ എന്നുള്ളൊരു ആൻസർ ഇല്ല, ഓപ്ഷൻ ഇല്ല. അപ്പോൾ ഇവിടെ മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കാതിരുന്നാൽ അതങ്ങ് ശരിയാക്കും. ഇനി ഇതിനെ മീറ്ററിലോട്ട് ആക്കാൻ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 100 2 സ്ഥാനം മാറ്റി കുത്തിടുക. 85 മീറ്റർ 80 സെൻറ്റിമീറ്റർ. അങ്ങനെ ആൻസർ ഉണ്ടോ? ആൻസർ ഓപ്ഷൻ എ ആണ് ആൻസർ. അടുത്ത കണക്ക് 74. അപ്പോൾ ഈ 74ാമത്തെ ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യനാണ്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ അതിവിടെ ഈ മലയാളത്തിൽ പറയുന്നത് മറ്റൊരു റൂട്ടിലൂടെ ബസ് സ്റ്റോപ്പിലേക്ക് മടങ്ങി എന്നേ പറയുന്നുള്ളൂ. പക്ഷെ മേളിൽ ഇംഗ്ലീഷിൽ പറയുന്നത് എന്താ? ഇരട്ടി വേഗതയിൽ മടങ്ങി എന്നാണ് പറയുന്നത്. ഇരട്ടി വേഗതയിൽ. പിന്നീട് ആദ്യം പോയ വഴിയേക്കാളും 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു വഴി കൂടെ പോയി. അപ്പം അങ്ങനെ രണ്ട് ദൂരം ആകുമ്പോൾ അത് ഇക്വേഷനൊക്കെ ഇട്ട് ചെയ്യേണ്ടി വരും. അതും കൂടെ കൊണ്ടായിരിക്കും ഇത് ക്യാൻസലാക്കിയത്. എന്നാലും നമുക്ക് ഇതിനെ അങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് ഈ വഴിയുടെ നീളം അതങ്ങ് അവോയ്ഡ് ചെയ്തിട്ട് വഴിയുടെ ദൂരം അങ്ങ് അവോയ്ഡ് ചെയ്ത് ഇത് ചെയ്ത് നോക്കാം. ഞാൻ പറയുന്നത് ഒരു ഡിപ്പോ, അവിടുന്ന് ഉച്ചയ്ക്ക് 1 മണിക്ക് പോയി. 1 മണിക്കാണ് ഇവിടുന്ന് പുറപ്പെട്ടത്. എന്നിട്ട് അവസാന ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക്, ഇതാണ് ലാസ്റ്റ് ബസ് സ്റ്റോപ്പ്, എല്ലെന്നെടുക്കാം. ഉച്ചയ്ക്ക് 1:45 1:45. 1 മണിക്ക് ഇവിടുന്ന് പുറപ്പെട്ടു. ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ 1:45. അപ്പോൾ ഇവിടുന്ന് ഈ ഡിപ്പോയിൽ നിന്ന് ഈ ലാസ്റ്റ് ബസ് സ്റ്റോപ്പിലേക്ക് പോകാനെടുത്ത സമയം എത്രയാണ്? 45 മിനിറ്റ് ആണല്ലോ. ഇനി ഇവിടെ അരമണിക്കൂർ റെസ്റ്റ് ചെയ്തു. 1:45 ഇവിടെ എത്തി, അരമണിക്കൂർ റെസ്റ്റ് ചെയ്തു. 2:15 സമയം. അപ്പോഴാണ് അവിടുന്ന് പുറപ്പെട്ടത് അവർ. അത് ഇരട്ടി വേഗതയിലാണ് ഇവിടുന്ന് തിരിച്ചങ്ങോട്ട് ഡിപ്പോയിലേക്ക് പോയത്. ഡിപ്പോയിലേക്ക് പോയത് ഇരട്ടി വേഗതയിലാണ്. അപ്പോഴത്തേക്ക് 2:30 അവർ ഡിപ്പോയിലെത്തി. അതായത് 15 മിനിറ്റ് കൊണ്ട് അവർ ഡിപ്പോയിലെത്തി. അങ്ങോട്ട് പോയപ്പോൾ 45 മിനിറ്റ് എടുത്തു. തിരിച്ചു പോയപ്പോൾ 15 മിനിറ്റ് എടുത്തോളൂ. പക്ഷേ ഇരട്ടി വേഗതയിലാണ് പോയത്. അപ്പോൾ ഇരട്ടി വേഗതയിലല്ല പോയതെങ്കിൽ എത്ര മിനിറ്റ് എടുത്തേനെ?
30 മിനിറ്റ് ആയിരിക്കും എടുക്കുന്നത്. ആണല്ലോ, 30 മിനിറ്റ് എടുക്കും. ഇരട്ടി വേഗതയിൽ പോയത് കൊണ്ടല്ലേ 15 മിനിറ്റ് ആയത്. സാധാരണ ഈ നേരത്തെ ഉള്ള വേഗതയിലായിരുന്നെങ്കിൽ 30 മിനിറ്റ്, 15ൻ്റെ ഇരട്ടി സമയം എടുക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ 30 മിനിറ്റ് എടുക്കുകയാണെങ്കിൽ 45 മിനിറ്റ് എന്ന് പറയുമ്പോൾ 15 മിനിറ്റ് ഈ ക്ലോക്ക് അധികം കാണിക്കുന്നത് കൊണ്ടല്ലേ അങ്ങനെ 45 മിനിറ്റ് വന്നത്. 30 - 45 എത്രയാണ്? 15. ആ ബസ് സ്റ്റോപ്പിലെ ക്ലോക്കിൽ 1:30 ആയിരിക്കണം സമയം വരേണ്ടത്. പക്ഷേ ഇവിടെ 1:45 കാണിക്കുന്നു, 15 മിനിറ്റ് മുമ്പോട്ടാണ്. അപ്പോൾ ഈ ഭാഗം അവോയ്ഡ് ചെയ്തിട്ട് ബാക്കി ഇരട്ടി വേഗതയിൽ പോയാൽ ബാക്കിയെല്ലാം ചെയ്ത് നോക്കുമ്പോൾ 15 മിനിറ്റ് ആൻസർ കിട്ടും. ഓക്കെ, മനസ്സിലായല്ലോ. 75. അരവിന്ദ് ഒരു ബാങ്കിൽ 640 രൂപ നിക്ഷേപിച്ചു. ഏതോ അടിയന്തര സാഹചര്യം കാരണം 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അദ്ദേഹം ആ തുക പിൻവലിച്ചു. ബാങ്കിൽ നിന്നും അദ്ദേഹത്തിന് 844 രൂപയും 80 പൈസയും ലഭിച്ചു. ബാങ്കിന് സാധാരണ പലിശ നിരക്കാണെങ്കിൽ പലിശ നിരക്ക് എത്രയാണ്? അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പം ബാങ്കിൽ നിക്ഷേപിച്ച തുക എത്രയാണ്? 640 അപ്പോൾ പി 640 എന്ന് എഴുതാം. പി = 640. ഇനി എന്താ പറഞ്ഞേക്കുന്നത്? 2 വർഷവും 8 മാസവും കഴിഞ്ഞ് തുക പിൻവലിച്ചെന്നാണ്. ഇപ്പം നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് 2 വർഷവും 8 മാസവുമാണ്. അപ്പോൾ 8 മാസത്തിനെ വർഷമാക്കാൻ എന്ത് ചെയ്യണം? 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിന് ചെറുതാക്കാമല്ലോ. 2, 4, 6, 2, 3. അപ്പോൾ എങ്ങനെ കിട്ടും? 2 + 2 വർഷവും 8 മാസവും 3 ൽ 2. 2 + 3 ൽ 2. 3 ൽ 2 എന്ന് പറയുന്നത് 8 മാസം. അതിനെ വർഷത്തിലോട്ടാക്കിയത്. അപ്പോൾ ഇത് കൂട്ടുമ്പോൾ എത്ര കിട്ടും? എങ്ങനെ ഇത് കൂട്ടുന്നത്? 2 + 3 ൽ 2. ഇതിൻ്റെ അടിയിൽ 1 ആയിട്ട് എടുക്കാം. ഇങ്ങോട്ട് ഗുണിക്കുക. ഇതിനെ രണ്ടും കൂടെ ഇങ്ങോട്ട് ഗുണിക്കുക. 3 × 2 6. 1 × 2 അധികം, ഇവിടെ അധികമാണല്ലോ, അധികം 2. 3 × 1 3. 6, 2, 8, 3. അപ്പോൾ എത്ര കിട്ടി? 3 ൽ 8 എന്ന് കിട്ടി. 8/3 എന്ന് കിട്ടി. അപ്പോൾ നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത് എത്രയാ? 3 ൽ 8. എന്നെന്ന് പറയുന്നത് 3 ൽ 8. ഇനി എന്താ വേണ്ടത്? ഇനി ഐ വേണം അല്ലേ? ഇൻട്രസ്റ്റ്. ഐ എന്ന് പറയുന്നത് ഇവിടെ കിട്ടിയ തുക, ബാങ്കിൽ നിന്നും 2 വർഷം കഴിഞ്ഞപ്പോൾ കിട്ടിയ തുക എത്രയാ? 844 രൂപയാണ്. 44 രൂപയും 80 പൈസയും കിട്ടിയെന്നാണ് പറയുന്നത്. 844.80. 844 രൂപ 80 പൈസ കിട്ടി. അപ്പം അതിൽ നിന്ന് ആദ്യം കൊടുത്ത തുക കുറയ്ക്കുമ്പോൾ നമുക്ക് പലിശ കിട്ടും അല്ലേ? ആദ്യം കൊടുത്ത എത്ര? 640 രൂപയാണ്. -640. അതിന് എത്ര കിട്ടും? പലിശ കിട്ടും. അതിൻ്റെ പലിശ കിട്ടും. അപ്പോൾ 600 ഇത് കുറയ്ക്കുമ്പോൾ 204.80 എന്നാണ് കിട്ടുന്നത്. അപ്പം ഏതൊക്കെ കിട്ടിയിട്ടുണ്ട്? പി കിട്ടി, എൻ കിട്ടി, ഐ കിട്ടി. 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഇക്വേഷൻ ഇട്ട് കൊടുത്താൽ മതിയല്ലോ. ഇക്വേഷൻ എന്താ? ഐ = PNR / 100 ആണ് ഇക്വേഷൻ. ഐ = PNR / 100. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള കണക്കുകളെല്ലാം ചെയ്യേണ്ടത്. ഇത് പഠിച്ചു വെച്ചേക്കുക. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? ഇതിനകത്ത് എങ്ങനെ സിംപ്ലിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഐ എന്ന് പറയുന്നത് എത്രയാണെന്ന് പറഞ്ഞ് 204.80 പി എത്രയാ? 640 അല്ലേ? 640 ഗുണം എൻ എന്ന് പറയുന്നത് 3 ൽ 8 ഗുണം 6. 6 അല്ല, 6 നമുക്ക് കണ്ടുപിടിക്കേണ്ടത് /100. ഇതിനെ ഇങ്ങോട്ട് ഗുണിക്കുക, ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ 204.80 ഗുണം 100 എന്ന് പറയുമ്പോൾ എന്ത് പറ്റും? ഗുണിക്കുമ്പം ഈ പോയിൻ്റ് അങ്ങ് മാറിക്കിട്ടും. അപ്പോൾ ഇങ്ങോട്ട് എഴുതാം
20,480 സമം 640 ഗുണം 3/8 ഗുണം 6. ഈ 3നെ പുറത്തോട്ടങ്ങ് ഗുണിക്കാം. 20,480 ഗുണം 3 = 640 ഗുണം 8 ഗുണം 6. അപ്പം 6 എങ്ങനെ കണ്ടുപിടിക്കാം നമുക്ക്? 6 = 20,480 ഗുണം 3 ഡിവൈഡ് ബൈ 640 ഗുണം 8 അല്ലേ? 20,480 ഗുണം 3 ഡിവൈഡഡ് ബൈ 640 ഗുണം 8 ആണല്ലോ. അപ്പം ഇതിനെ എല്ലാം കൂടെ ഹരിച്ച് ഗുണിച്ചൊക്കെ എടുക്കുമ്പോഴത്തേക്കും 12 എന്ന് കിട്ടും. 12%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ആണ് ചോദിച്ചേക്കുന്നത്. 12%. നമുക്ക് ഇത് ഗുണിച്ച് നോക്കാം. വെട്ടിപ്പോയി. ല് 128 രണ്ടുകൊണ്ട് 16 64 4. അപ്പം 4 ഗുണം 3 12. 12%. റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് 12%. പലിശ നിരക്ക് നോക്കാം. 12%. ഓപ്ഷൻ സി. ഓപ്ഷൻ സി ആണ് ആൻസർ വരുന്നത്. അടുത്താണ് 76. അക്ബർ 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ച് പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 14 കിലോമീറ്റർ സഞ്ചരിച്ച് വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അക്ബറിൻ്റെ ആരംഭ സ്ഥാനത്ത് നിന്നും ഫിനിഷിംഗ് സ്ഥാനത്തേക്കുള്ള ദൂരം എത്രയാണ്? അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള കണക്കുകളിൽ ആദ്യം നമുക്ക് ദിശ ഇവിടെ എഴുതി വെക്കാം. സൗത്ത് നോർത്ത്. എന്താ പറയുന്നത്? അക്ബർ 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ചു. 10 കിലോമീറ്റർ വടക്കോട്ട്, അതാണല്ലോ വടക്ക്. 10 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് എന്തോ ചെയ്തു? കിഴക്കോട്ട് തിരിഞ്ഞു. 7 കിലോമീറ്റർ പോയി. 7 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 14 കിലോമീറ്റർ പോയി. വലത്തേക്ക് തിരിഞ്ഞ് എന്നിട്ട് ഇങ്ങോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അക്ബറിൻ്റെ ആരംഭ സ്ഥാനത്ത് നിന്നും ഫിനിഷിംഗ് സ്ഥാനത്തേക്കുള്ള ദൂരം. ഇതാണ് ആരംഭ സ്ഥാനം. ഫിനിഷിംഗ് സ്ഥാനം ഇത് ആണ് കണ്ടുപിടിക്കേണ്ടത് അല്ലേ? ഇത് ത്രികോണത്തിൻ്റെ ഇത് വരും. ഇവിടെ 4, ഇത്രയെന്ന് പറഞ്ഞാൽ 7 ആണ്. ഇവിടെ 4 വന്നു. അപ്പോൾ ഇങ്ങോട്ട് എത്തായിരിക്കും? ഇവിടം വരെ 3 ആയിരിക്കും അല്ലേ? ഇവിടം വരെ വന്നിട്ടുള്ളൂ 14 ഉണ്ട്. ഇവിടം വരെ 10, താഴോട്ട് 4 ആണല്ലോ. 4. അപ്പോൾ ത്രികോണം ആയല്ലേ. ഇനി എന്താ വേണം? ഇത് കർണം കണ്ടുപിടിക്കാൻ 4ൻ്റെ സ്ക്വയർ അധികം 3ൻ്റെ സ്ക്വയർ റൂട്ട് ഓഫ് 16 അധികം 9 25. 5. ആൻസർ 5. ഓപ്ഷൻ സി. സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരുപാട് വട്ടം നമ്മൾ ഇതുപോലുള്ള കണക്കുകൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ആദ്യം നമുക്ക് ആ ദിക്കങ്ങ് അടയാളപ്പെടുത്തി വെക്കുക, പിന്നെ തെറ്റത്തില്ല. അടുത്ത കണക്ക് നോക്കാം. ഈ ശ്രേണിയിലെ അടുത്ത പദം -2, 2, 8, 16, 26. അപ്പോൾ -2 മൈനസ് അധികം 4. -2 അധികം 4 എന്ന് പറയുന്നത് എത്രയാ? 2 അല്ലേ? 2 അധികം
6 എന്ന് പറയുന്നത് 8. 6 അധികം 8 എന്ന് പറയുന്നത് 16 അല്ലേ? 16 അധികം 10 26. ഇനി അടുത്ത എന്തുമായിരിക്കും വരുന്നത്? 26 അധികം 12 എത്ര വരും? 38. ഇങ്ങനെയാണിത് പോയേക്കുന്നത്. ആൻസർ 38. ആൻസർ ഓപ്ഷൻ ബി. അപ്പോൾ പെട്ടെന്ന് കണ്ടുപിടിക്കാവുന്ന ഒരു കണക്കാണ്. 4 ഇവിടെ കൂട്ടിയേക്കുന്നത് 2 വീതം കൂട്ടി കൂട്ടി പോവുകയാണ്. അത് 26 അധികം 12 38 ഇത്രയേ ഉള്ളൂ. ഇനി അടുത്ത കണക്ക് നോക്കാം. ഈ കണക്ക് ക്യാൻസൽ ചെയ്തേക്കാണ്. എന്താണെന്ന് വെച്ചാൽ ഇവിടെ ഇമ്മീഡിയറ്റ്ലി സക്സീഡഡ് എന്നാണ് ഇംഗ്ലീഷിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഇവിടെ പറയുന്നത് വരാത്തത് എന്നാണ്. നോട്ട് ഇമ്മീഡിയറ്റ്ലി സക്സീഡ് എന്നാണ് ഇവിടെ വരേണ്ടത്. അല്ലെങ്കിൽ ഇവിടെ തെറ്റി, ഇവിടെ കറക്റ്റായിരിക്കും, ഏതെങ്കിലും ഒരെണ്ണം തെറ്റായിരിക്കും. പക്ഷെ എങ്ങനെയായാലും ആൻസർ പക്ഷേ കറക്റ്റായിട്ട് വരും, 2 ചെയ്താലും. ഇതിനകത്ത് ഡി ആണ് ആൻസർ വരുന്നത്. ഈ പറയുന്ന കാര്യങ്ങൾ അവിടെ ഇവിടെ എങ്ങനെ വന്ന് നോക്കിയാലും കറക്റ്റ് ആൻസർ ഒന്ന് തന്നെ വരും. എന്തായാലും ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇതിനകത്ത് 7 അധികം 7 ഗുണം 7 മൈനസ് 7 ഭാഗം 7 അധികം 7 ഗുണം 7 ഭാഗം 7 മൈനസ് 7ൻ്റെ മൂല്യം. അപ്പോൾ ഇവിടെ ഓരോന്നിൻ്റെയും വ്യത്യാസമായിട്ട് കൊടുത്തിട്ടുണ്ട്. 7ൻ്റെ പ്ലസ്സിന് പകരം ഭാഗമാണ്, അപ്പം അങ്ങനെയാണ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് എഴുതി നോക്കാം. 7 അധികത്തിന് പകരം ഭാഗമാണ് കൊടുത്തേക്കുന്നത്. 7 ഗുണം എന്നാൽ അധികമാണ് 7, മൈനസ് എന്നാൽ ഗുണമാണ് 7, ഭാഗം എന്നാൽ മൈനസാണ്, അധികം എന്നാൽ എന്താണ്? ഭാഗമാണ്. ഗുണം എന്ന് പറഞ്ഞാൽ അധികമാണ്. ഇനി ഭാഗം എന്ന് പറഞ്ഞാൽ ഗുണം എന്ന് പറഞ്ഞാൽ അധികമാണ്, അധികം 7. ഇനി ഭാഗം എന്ന് പറഞ്ഞാൽ ഭാഗിക്കുക എന്ന് പറഞ്ഞാൽ കുറയ്ക്കുക എന്നാണ്, -7. കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ ഗുണിക്കുക. ഇങ്ങനെയാണ് എൻ്റെ ചിഹ്നം മാറ്റിയപ്പോൾ കിട്ടിയത്. അന്നേരം ഇതിനെയൊക്കെ അങ്ങ് മാറ്റാം. ആദ്യം ചെയ്യേണ്ടത് ഇതല്ലേ? 7 ഭാഗം 7 1 അധികം 7 ഗുണം 7 49 മൈനസ് 7 ഭാഗം 7 1 7 ഗുണം 7. ഇവിടെ ഒരു അധികം 7 കിടപ്പുണ്ട്. 7 അധികം 7 ഗുണം 7 49 അല്ലേ? ഇങ്ങനല്ലേ വരുന്നത്? അപ്പോൾ -49 +49 പോവും, ഒന്നും പോവും, ബാക്കി 7 വരും. ആൻസർ 7, ഓപ്ഷൻ എ. ഓക്കെ, ഇത്രയേ ഉള്ളൂ ഇതിനകത്ത്. 80. മാർക്കും ആൻ്റണിയും ഒരു IT സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ജോലി ചെയ്യുന്നതിൽ മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമത ഉള്ളവനാണ്. കൂടാതെ ഒരു പ്രോഗ്രാമിംഗ് ജോലി ചെയ്യാൻ ആൻ്റണിയേക്കാൾ 30 ദിവസം കുറവെടുക്കുന്നു. മാർക്കും ആൻ്റണിയും ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ കഴിയുന്ന സമയം കണ്ടെത്തുക. അപ്പം എന്താ പറഞ്ഞേക്കുന്നത്? മാർക്കും ആൻ്റണിയും ഒരു IT കമ്പനിയിൽ ജോലി ചെയ്യുകയാണ്. പറഞ്ഞേക്കുന്നതെന്ന് പറഞ്ഞാൽ മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമത ഉള്ളവനാണ്. അപ്പം മാർക്ക് എന്ന് പറയുന്നത് ആൻ്റണി ഇപ്പം ഒരു ജോലി ചെയ്യുന്നു എങ്കിൽ മാർക്ക് 2 ജോലി ചെയ്യും. ഇരട്ടി കാര്യക്ഷമതയാണ് ആർക്കുള്ളത്? മാർക്കിനുള്ളത്, ആൻ്റണിയേക്കാൾ. പിന്നീട് എന്താ പറയുന്നത്? കൂടാതെ ഒരു പ്രോഗ്രാമിംഗ് ജോലി ചെയ്യാൻ ആൻ്റണിയേക്കാൾ 30 ദിവസം കുറവെടുക്കുന്നു. മാർക്ക് ആൻ്റണി ഇപ്പം 60 ദിവസത്തിലാണ് ഒരു ജോലി ചെയ്തതെങ്കിൽ മാർക്ക് 30 ദിവസം കൊണ്ട് ചെയ്തു തീർത്തു. അതായത് ആൻ്റണിയേക്കാൾ ഇരട്ടി വേഗതയിലാണ് മാർക്ക് ജോലി ചെയ്യുന്നത്. അപ്പോൾ ഇരട്ടി ജോലി
മാർക്ക് ചെയ്യും. അപ്പോൾ ആൻ്റണി 60 ദിവസം എടുക്കുന്ന ഒരു ജോലി മാർക്ക് 30 ദിവസം കൊണ്ട് ചെയ്തു തീർക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇവർ രണ്ടുപേരും കൂടെ ചേർന്നാൽ എത്ര ദിവസം കൊണ്ട് ഇത് ചെയ്തു തീർക്കും? അത് കണ്ടുപിടിക്കാൻ ഇക്വേഷനുണ്ട്. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്നു. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്നു. ബി ഒരു ജോലി വൈ ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരുടെ ഒരുമിച്ച് ഈ ജോലി എങ്ങനെ ചെയ്തു തീർക്കുന്നത്? എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇത് പഠിച്ചു വെച്ചേക്കുക. എ ഒരു ജോലി എക്സ് ദിവസം കൊണ്ട് ചെയ്യുന്നു. ബി ഒരു ജോലി വൈ ദിവസം കൊണ്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ടുപേരും കൂടെ ചേർന്ന് ഈ ജോലി ചെയ്യാൻ എടുക്കുന്നതെന്ന് പറഞ്ഞാൽ എക്സ് വൈ, ഇങ്ങോട്ട് എഴുതാം, എക്സ് വൈ സാരമില്ല, എക്സ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. അപ്പോൾ ഇതാണ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. അപ്പോൾ എക്സ് വൈ എന്ന് പറയുന്നത് 30 ഗുണം 60. അങ്ങനെയാണല്ലോ ഇവിടെ പറഞ്ഞേക്കുന്നത്. ഒരാൾ 30 ദിവസം കുറവാണ് എടുക്കുന്നത്. അപ്പം 30 ദിവസം കുറവാണെങ്കിൽ ഒരാൾ 60 ദിവസമാണെങ്കിൽ ഒരാൾ 30 ദിവസം. അപ്പോൾ എക്സും വൈയും കിട്ടി. അപ്പോൾ ഇതിനകത്ത് ഇട്ട് കൊടുത്താൽ മതി. 30 ഗുണം 60 ഡിവൈഡ് ബൈ 30 അധികം 60. 1800 ഡിവൈഡ് ബൈ 90. 20. അപ്പോൾ 20 ദിവസം കൊണ്ടാണ് ചെയ്ത് തീർക്കുന്നത്. രണ്ടുപേരും എടുക്കുന്നത് 20 ദിവസമാണ്. ആൻസർ ഓപ്ഷൻ ഡി 20. എത്രയേ ഉള്ളൂ കണക്ക്. 81. Choose the correct passive form of the sentence. Clean the room from the following options. Answer option D. Let the room be cleaned. 82. Identify the correct sentence. Answer option A. He didn't see her coming. 83. Fill in the blanks with the correct choice from the option below. Do you mind dash the door? Answer option D. Closing. 84. Identify the error in the given sentence from the options below. If you have made the cake, I would have appreciated. Answer option A. How. 85. Knucklehead is a slang for. Answer option C. Foolish person. 86. Complete the sentence using any one of the suitable options given below. Yesterday I felt very tired as. Answer option A. I was feeling a bit under the weather. 87. Complete the sentence by choosing the appropriate one from the abbreviations given below. I had a dash when the crowd at the fair increased. Answer option C. FOMO. 88. Identify the error in the given sentence from the following options. She was complimented on her success at the intercollegiate quiz festival held yesterday at the college auditorium. Answer option B. Complimented. 89. Fill in the blank using the correct phrasal verb given as options. She decided to dash the topic in the next meeting. Answer option A. Bring up. 90. Choose the meaning of the word in bold in the given sentence from the options which follow. People believed that democracy is the panacea for the humanity as a whole. Answer option B. Solution for all problems. 91. ശരിയായ രൂപമേത്? ആൻസർ ഓപ്ഷൻ സി. അപ്പോൾ ഈ യഥേഷ്ടമാണ് ശരിയായിട്ടുള്ളത്. 92. പ്രതിരോധം എന്ന വാക്കിന്റെ വിപരീതം. ആൻസർ ഓപ്ഷൻ ഡി. അനുരോധം.
93 ദീപാവലി കുളിക്കുക എന്ന ശൈലിയുടെ അർത്ഥമെന്ത്? ആൻസർ ഓപ്ഷൻ സി, ദുർവ്യയം ചെയ്യുക. 94 റിപ്രിമെൻഡ് എന്ന ഇംഗ്ലീഷ് വാക്കിന് തുല്യമായ മലയാള പദം? ആൻസർ ഓപ്ഷൻ ഡി, താക്കീത്. 95 അനുചിതം എന്ന വാക്കിന്റെ അർത്ഥമെന്ത്? ആൻസർ ഓപ്ഷൻ സി, ഉചിതമല്ലാത്തത്. 96 ആന എന്ന പദത്തിന്റെ പര്യായം? ആൻസർ ഓപ്ഷൻ ഡി, വാരണം. 97 മേദിനി എന്ന വാക്കിന്റെ അർത്ഥം? ആൻസർ ഓപ്ഷൻ ബി, ഭൂമി. 98 താഴെ കൊടുത്തവയിൽ ശരിയായ വാക്യമേത്? ആൻസർ ഓപ്ഷൻ സി, നാം കഴിക്കുന്ന ആഹാരത്തിൽ വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം. 99 വിദ്യുത് ശക്തി എന്ന പദം തിരിച്ചെഴുതുന്നത്? ആൻസർ ഓപ്ഷൻ ഡി, വിദ്യുത് അധികം ശക്തി. 100 പ്രതിദിനം എന്ന സമാസ രൂപത്തിന്റെ വിഗ്രഹ അർത്ഥം എന്ത്? ആൻസർ ഓപ്ഷൻ സി, ദിനം തോറും. അപ്പം ഇത്രയേ ഉള്ളൂ. എല്ലാം നോക്കി വെച്ചേക്കുക, നല്ലപോലെ പഠിച്ചു വെക്കുക.